എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം അതുപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൽ തന്നെ ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി 1/x⁴p dx ഫോർമാറ്റിൽ വരുന്ന ഇൻ്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്നും ഇതിൻ്റെ കൺവെർജൻസും ഡൈവർജൻസും എങ്ങനെ നമുക്ക് കണ്ടെത്താമെന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്കിന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ ഒരു രീതിയിലുള്ള ഇൻ്റഗ്രൽ തന്നു കഴിഞ്ഞാൽ ഇത് ഇംപ്രോപ്പറിൻ്റെ ഫസ്റ്റ് ടൈപ്പാണ് നമുക്കറിയാം, കാരണം 1 to ഇൻഫിനിറ്റി വരെയാണ് പോകുന്നത്. സോ ഇവിടെ കൺവെർജും ഡൈവേർജും ഈ രണ്ട് ടേം വരുന്നുണ്ട്. നമ്മൾ കൺവെർജും ഡൈവേർജും അധികം കേട്ടിട്ടുള്ളത് സീരീസിൻ്റെയും സീക്വൻസിൻ്റെയും കേസിലായിരിക്കും. സോ ഇൻ്റഗ്രലിൻ്റെ കേസിലും കൺവെർജും ഡൈവേർജും വരുന്നുണ്ട്. ഇവിടെ ഇൻ്റഗ്രേഷൻ കാണുന്നത് വിത്ത് റെസ്പെക്ട് ടു 1 വേരിയബിളാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഏരിയ അണ്ടർ ദി കർവ് ആയിരിക്കും. ഈ ഒരു കർവിൻ്റെ ഏരിയ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൺവെർജ് ചെയ്യുമെന്ന് പറയാം. അതുപോലെ തന്നെ ഏരിയ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഡൈവേർജ് ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി 1/x⁴p dx എന്ന് പറഞ്ഞ ഫോമാറ്റിലാണെങ്കിൽ നമുക്ക് പിയുടെ വാല്യൂ ഒന്നിനേക്കാളും വലുതാണെങ്കിൽ കൺവെർജ് ചെയ്യുമെന്നും അതുപോലെ തന്നെ പിയുടെ വാല്യൂ ഒന്നിനേക്കാളും ചെറുതാണെങ്കിലും അതുപോലെ തന്നെ ഒന്നുമാണെങ്കിലും ഡൈവേർജ് ചെയ്യുമെന്നും പറയാൻ വേണ്ടി കഴിയും. അതായത് ഈ ഒരു കേസിൽ ഇവിടെ ഇൻഫിനിറ്റിയാണ് വാല്യൂ കിട്ടുക, അഥവാ ഡസ് നോട്ട് എക്സിസ്റ്റ് ഉള്ള ഒരു ഫോമാറ്റിലാണ് ഫൈനൽ ആൻസർ കിട്ടുക. ഇവിടെയാണെങ്കിൽ നമുക്കൊരു ഫൈനറ്റ് വാല്യൂ കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കാം. ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി 1/x⁴ dxൻ്റെ വാല്യൂ p > 1ൽ അതുപോലെ തന്നെ p <= 1ൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് 3 കണ്ടീഷൻ ഉണ്ടാക്കണം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ കേസ് എടുക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തേത് p = 1 എന്ന് പറഞ്ഞ കേസും ചെക്ക് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് കേസും സെക്കൻഡ് കേസും ഉണ്ട്. p നോട്ട് ഈക്വൽ ടു 1 എന്ന് പറയുന്ന കേസിന് രണ്ട് സബ് കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഒന്ന് p < 1ഉം മറ്റേത് p > 1ഉം. അതിന് നമുക്ക് 1 എന്നും 2 എന്നും വിളിക്കാം. ഇവിടുത്തെ ഫസ്റ്റ് കേസിൽ p നോട്ട് ഈക്വൽ ടു 1 എടുത്തിട്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ ഇവിടെ നടത്തി നോക്കാം. ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി ഈ ഒരു ടേമിനെ, അതായത് ഡിനോമിനേറ്ററിലെ ടേമിനെ ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ x⁻ - p dx എന്ന് പറഞ്ഞിട്ട് വരും. അതിനുശേഷം നമുക്കറിയാവുന്ന ആ ഒരു ഫോർമുല വെച്ചിട്ട് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x⁻ - p + 1 ഡിവൈഡഡ് ബൈ -p + 1. അതിനുശേഷം ഇവിടെ നമുക്ക് 1 to b വരെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ലിമിറ്റും കൂടി അപ്ലൈ ചെയ്യണം. ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. സോ ഈ ഒരു കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഫസ്റ്റ് ടൈപ്പ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അത് സോൾവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. സോ ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയുടെ എൻഡിലും കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈപ്പും അതുപോലെ തന്നെ സെക്കൻഡ് ടൈപ്പിലുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടും. ഇനി നമുക്കിവിടെ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഡിനോമിനേറ്ററിലുള്ള ഈ ഒരു കോൺസ്റ്റൻ്റ് ടേമിന് നമുക്ക് പുറത്തേക്ക് എടുക്കാം 1/1 - p എന്നുള്ളൊരു ഫോമാറ്റിൽ. അതായത് ഫസ്റ്റ് 1 എഴുതി അതിനുശേഷം നമ്മൾ ഈ ഒരു -p എഴുതി കൊടുത്തു. ഇതിൻ്റെ അകത്തുള്ള ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ b⁻ - p + 1 -1 - p + 1 ആണ്. അതായത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി 1/1 - p b⁻ - p + 1 -1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ ഇവിടെ വരെ എത്തിയതിന് ശേഷം നമുക്ക് നമ്മളുടെ സബ് കേസ് ആയിട്ടുള്ള 1ഉം അതുപോലെ തന്നെ 2ഉം അപ്ലൈ ചെയ്ത് കൊടുക്കാം. 1ൽ പറയുന്നത് p < 1ഉം അതുപോലെ തന്നെ 2ൽ പറയുന്നത് p > 1ഉമാണ്. ഈ ഒരു കേസിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലിമിറ്റിലുള്ള വ്യത്യാസം നമുക്ക് ഈ ഒരു കേസിൽ ചെക്ക് ചെയ്ത് നോക്കാം. ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി 1/1 - p b⁻ - p + 1 -1 ആണ് തന്നിട്ടുള്ളത്. p < 1 ആണ്. സോ p < 1 ആകുമ്പോൾ ബിയുടെ പവറിൽ വരുന്ന കംപ്ലീറ്റ് ടേമും പോസിറ്റീവായിട്ടാണ് വരിക. അതുകൊണ്ട് തന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ഈ ഒരു ഫസ്റ്റ് ടേം മൊത്തത്തിൽ ഇൻഫിനിറ്റിയിലോട്ടേക്ക് പോകും. അതുകൊണ്ട് കംപ്ലീറ്റ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയാണ് വരിക. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ അത് ചെക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പിയുടെ വാല്യൂ ഒന്നിനേക്കാളും ചെറിയ ഏതെങ്കിലും ഒരു സംഖ്യ എടുത്തിട്ട് ഇവിടെ ഇൻപുട്ട് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് p 0 ആക്കിയിട്ട് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. p 0 ആകുമ്പോൾ b⁻ 0 + 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് b - 1 എന്നാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുന്നത്. ഇവിടെ ഡിനോമിനേറ്ററിൽ 1 - p എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഉണ്ടാകും. ബിയുടെ വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി b/1 - p എന്നതിൻ്റെ വാല്യൂവും ഇൻഫിനിറ്റിയിലോട്ടൊക്കെ തന്നെയാണ് പോവുക. അപ്പോൾ
ഇവിടെ 0 എന്ന് പറയുന്ന ഒരു പീക്കാണ് ട്രൂ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ 1നേക്കാളും ചെറിയ 0വും വരാം, അതുപോലെ തന്നെ അതിനേക്കാളും ചെറിയ ഏത് സംഖ്യ എടുത്തു കഴിഞ്ഞാലും ഇതേ ഒരു കണ്ടീഷൻ തന്നെയാണ് വരിക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കണ്ടീഷനിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ p ഗ്രേറ്റർ ദാൻ 1 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ ആകുമ്പം ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി 1/1 മൈനസ് p ഇൻറ്റു b ടു ദി പവർ മൈനസ് p പ്ലസ് 1 മൈനസ് 1. ഇവിടെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി 1/1 മൈനസ് p ഇൻറ്റു ഈ ഒരു ടേമിൽ നമുക്ക് നെഗറ്റീവ് പുറത്തെടുക്കാം, അതായത് പവറുള്ള ആ ഒരു ഭാഗത്തിൽ. സോ b ടു ദി പവർ മൈനസ് p മൈനസ് 1 എന്ന് പറഞ്ഞിട്ട് വരും, മൈനസ് 1. അടുത്തൊരു സ്റ്റെപ്പിൽ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി 1/1 മൈനസ് p ഇൻറ്റു ഈ ഒരു ടേമിൽ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് അതിനെ ഡിനോമിനേറ്ററിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് 1/b ടു ദി പവർ p മൈനസ് 1 മൈനസ് 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അടുത്തൊരു സ്റ്റെപ്പിൽ ബിയുടെ വാല്യൂ ഇൻഫിനിറ്റിലോട്ടേക്ക് പോകുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അതായത് ബിയുടെ വാല്യൂ ഇൻഫിനിറ്റിലോട്ടേക്ക് പോകുമ്പം പിയുടെ വാല്യൂ എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് p ഗ്രേറ്റർ ദാൻ 1 ആണ് നമ്മളുടെ കണ്ടീഷൻ. സോ ഈ ഒരു വാല്യൂ എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അതായത് ബിയുടെ പവർ എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ടാണ് വരിക. അതുകൊണ്ട് ഈ ഒരു ടേം ഡിനോമിനേറ്ററിലുള്ള ടേം ന്യൂമറേറ്ററിലുള്ള 1നേക്കാളും വളരെ വലുതായിക്കൊണ്ടിരിക്കും p ടെൻസ് ടു ഇൻഫിനിറ്റിലോട്ടേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു ടേം മൊത്തത്തിൽ 0യിലേക്കാണ് പോവുക. ഇവിടെ ബാക്കി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/1 മൈനസ് p ഇൻറ്റു 0 മൈനസ് 1 ആണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 1/1 മൈനസ് p എന്ന് പറഞ്ഞിട്ട് കിട്ടും, അതായത് 1/p മൈനസ് 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു p മൈനസ് 1 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സംഖ്യ വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. p ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് ഇപ്പം എക്സാമ്പിളായിട്ട് നമുക്ക് 2 കൊടുക്കാം. സോ 2 മൈനസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പോസിറ്റീവായിട്ടുള്ളൊരു ടേമാണ്, അതായത് 1 ആണ് കിട്ടുക. സോ 1/b എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. അതായത് 1നേക്കാളും വലിയ ഏത് p എടുത്തു കഴിഞ്ഞാലും ബിയുടെ p മൈനസ് 1th പവർ എടുക്കുമ്പം p മൈനസ് 1 എന്ന് പറയുന്ന ഈ ഒരു ടേം മാത്രം എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇവിടെ നമുക്ക് കൺക്ലൂഷനായിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ p ലെസ് ദാൻ 1ൽ നമ്മളുടെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിട്ടും അതുപോലെ തന്നെ p ഗ്രേറ്റർ ദാൻ 1ൽ നമ്മളുടെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 1/p മൈനസ് 1 ആയിട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കേസായിട്ടുള്ള p = 1ൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ നമുക്ക് p = 1 ആകുമ്പം ആദ്യം തന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 1 ടു b 1/x ടു ദി പവർ p dx ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 1 ടു b 1/pയുടെ സ്ഥാനത്ത് നമ്മൾ 1 ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ x ടു ദി പവർ 1 dx എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 1/x എന്ന് വെച്ച് കഴിഞ്ഞാൽ log x ആണ്. സോ log x അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1 ടു b ആണ് പോകുന്നത്. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്ത് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യുമ്പം ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി log b മൈനസ് log 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. നമുക്കറിയാം log 1 0യിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി log b മാത്രമായിരിക്കും. ഇതിൻ്റെ വാല്യൂ അതായത് b ഇൻഫിനിറ്റിലോട്ടേക്ക് പോകുമ്പം log bയുടെ വാല്യൂ ഇൻഫിനിറ്റിലോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ p = 1ലും നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. സോ നമുക്കിവിടെ പറയാൻ പറ്റുന്ന കൺക്ലൂഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x ടു ദി പവർ p dx എന്ന് പറയുന്നത് p = 1ൽ ഡൈവേർജ് ചെയ്യും, p ലെസ് ദാൻ 1ലും ഡൈവേർജ് ചെയ്യും, p ഗ്രേറ്റർ ദാൻ 1ൽ മാത്രമേ കൺവേർജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രൂഫും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് കൂടെ ഈ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇംപ്രോപ്പർ ഇൻ്റഗ്രലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനിയും കുറച്ചുകൂടി ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.